A+Tube സ്വാഗതം. നമ്മുടെ ലോക്കൽ ബോഡികളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെല്ലാം ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിന്റെ ബിൽഡിംഗ് റൂൾസ് ഒക്കെ നന്നായി തന്നെ വിശദീകരിച്ച പല എപ്പിസോഡുമുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്നവർ ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ്, ഈ ചാനലിൽ തന്നെയുള്ള പ്ലേലിസ്റ്റ് ആണ്. അത് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം. ചാനലിലേക്ക് നിങ്ങൾ ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ മുകളിൽ സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പം ഒക്കെ തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗം കാണാം. അതിൽ കയറിയിട്ട് ബിൽഡിംഗ് റൂൾസിലേക്ക് ഓപ്റ്റ് ചെയ്താൽ ബിൽഡിംഗ് റൂൾസുമായി ബന്ധപ്പെട്ട നിരവധി എപ്പിസോഡുകൾ ഉണ്ട്, ഇനിയും വരുന്നുണ്ട്. ബിൽഡിംഗ് റൂൾസിന്റെ നിരവധി എപ്പിസോഡുകൾ തയ്യാറായിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒരു ദിവസം ഒന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ പലതും നമ്മൾ പെൻഡിങ് ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. എല്ലാം പിന്നാലെ വരും. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ആ വിവരമെല്ലാം അറിയാൻ കഴിയും. ഇന്ന് പറയാൻ പോകുന്നത് ഈ ലോക്കൽ ബോഡികൾ ഇപ്പോ ഈ ബിൽഡിംഗ് റൂൾസിന്റെ കാര്യത്തിൽ, അതായത് പെർമിറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ, പ്ലാൻ പാസ്സാക്കി പെർമിറ്റ് നൽകുന്ന കാര്യത്തിൽ ഇപ്പോ രണ്ട് തട്ടിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനും അടങ്ങുന്ന നഗരപ്രദേശങ്ങളിലുള്ള കാര്യം. രണ്ട് പഞ്ചായത്തിലേത്. ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ സ്ഥാപനങ്ങളെ ഒറ്റ പൂളിന്റെ കീഴിൽ കൊണ്ടുവന്നു. ഇന്റഗ്രേറ്റ് ചെയ്യപ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എല്ലാം ഇപ്പൊ ഒറ്റ സർക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നേരത്തെ ഇത് 3 തട്ടായിരുന്നു. പക്ഷെ പഞ്ചായത്ത് റൂൾസ് പ്രത്യേകിച്ചും മുനിസിപ്പൽ കോർപ്പറേഷൻ റൂൾസ് പ്രത്യേകിച്ചുമാണ്. അതിലൊന്നും ഇപ്പോൾ ഇന്റഗ്രേഷൻ ഒന്നും വന്നിട്ടില്ല. റൂള് രണ്ടും രണ്ടായി തന്നെ നിൽക്കുന്നു. പക്ഷെ ജീവനക്കാരെല്ലാം ഒന്നായി കഴിഞ്ഞു. പഞ്ചായത്തിലുള്ളവർ മുനിസിപ്പാലിറ്റിയിൽ വരാം, മുനിസിപ്പാലിറ്റിയിലുള്ളവർ പഞ്ചായത്തിൽ പോവാം, കോർപ്പറേഷനിൽ പോകാം, പഞ്ചായത്ത് ഡയറക്ടറേറ്റിലേക്ക്, മുനിസിപ്പൽ ഡയറക്ടറേറ്റിലേക്ക്, അല്ലെങ്കിൽ അർബൻ അഫയേഴ്സ് ഡയറക്ടറേറ്റിലേക്കുള്ള ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. ഗ്രാമവികസന കമ്മീഷണറേറ്റും ഇപ്പൊ ഈ പൂളിന്റെ കീഴിൽ വന്നു. ഇതെല്ലാം ഒന്നാണ്. പക്ഷെ പഞ്ചായത്ത് ജീവനക്കാർ സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നു, ട്രഷറിയിൽ നിന്നും വാങ്ങുന്നു. ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ജീവനക്കാർ ഇപ്പോഴും അവരുടെ ഫണ്ടിൽ നിന്നും വാങ്ങുന്നു. അത് പെൻഷനായാലും ശമ്പളമായാലും അങ്ങനെ തന്നെ. അതൊരു കഷ്ടമാണ്. അത് വേറൊരു എപ്പിസോഡിൽ വിവരിക്കാം. എന്തായാലും ഇപ്പോൾ ബിൽഡിംഗ് റൂൾസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കെ സ്മാർട്ട് പദ്ധതിയുടെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും നമുക്ക് പെർമിറ്റിന് അപേക്ഷ കൊടുക്കാം. ഓൺലൈനായി തന്നെ കെ സ്മാർട്ട് വഴി നമുക്ക് അപേക്ഷ കൊടുക്കാം, അനുവാദം കിട്ടും. എന്നാൽ അത് പഞ്ചായത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നില്ല. പിന്നീട് ചെയ്യുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഇപ്പോൾ ചെയ്തു. ഈ ജനുവരി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചായത്തിൽ, ചില പഞ്ചായത്തുകൾ, എല്ലാ പഞ്ചായത്തുമല്ല, ചില പഞ്ചായത്തുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ കെ സ്മാർട്ട് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതുവഴിയാണ് അപേക്ഷ കൊടുക്കാനും അതുവഴിയാണ് കെട്ടിട നിർമ്മാണ അനുമതി നൽകുകയും ചെയ്യുന്നത്. ഇത് നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞു, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ പഞ്ചായത്തുകളിൽ ഇപ്പോ എന്താണ്, സങ്കേതം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴിയാണ് കെട്ടിട നിർമ്മാണ അനുമതിക്കുള്ള അപേക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോ അവരും ഈ കെ സ്മാർട്ടിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ സങ്കേതം എന്ന് പറയുന്ന സ്കീമിലൂടെ അപേക്ഷിച്ചാൽ കൃത്യമായി പെർമിറ്റ് കിട്ടാത്ത സ്ഥിതിയായി. IKM അല്ലെങ്കിൽ ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്ന ഏജൻസിയാണ് ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, സങ്കേതം. അതിപ്പോ പഞ്ചായത്തുകളിൽ ഇപ്പോ കുഴപ്പം വരുന്നതിന് മുമ്പ് കുറച്ച് ഭേദമായി പോയിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ കെ സ്മാർട്ട് വരുന്നതിന് മുന്നോടി ആയി സങ്കേതം പദ്ധതിയിൽ ചില മരവിപ്പുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആർക്കും കൃത്യമായി പെർമിറ്റ് കിട്ടുന്നില്ല. കാരണം ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടേണ്ടത് സെക്രട്ടറിമാരാണ്, പഞ്ചായത്ത് സെക്രട്ടറിമാരാണ്. അവർക്കത് ഇടുന്നതിന് വേണ്ടി എഞ്ചിനീയറിംഗ് വിഭാഗം ഇതിനെ അപ്രൂവൽ കൊടുത്ത് സെക്രട്ടറിയിലേക്ക് ഫോർവേഡ് ചെയ്താലും സെക്രട്ടറിക്ക് ഓൺലൈൻ വഴി ഡിജിറ്റൽ സിഗ്നേച്ചർ പെർമിറ്റിൽ ഇടാൻ കഴിയുന്നില്ല. അത് കാരണം പലർക്കും പെർമിറ്റ് കിട്ടാത്ത സാഹചര്യമാണ് നിലവിൽ പോകുന്നത്. ഇതെല്ലാം കുറെ നാളുകളായി ഈ IKM ബന്ധപ്പെട്ട സെക്രട്ടറിമാര് തന്നെ രേഖാമൂലം അറിയിച്ചിട്ടും IKM ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വ്യാപകമായ പരാതി. IKM പറയുന്നത് ഇത് ഓൺലൈൻ വഴി കയറുന്നതിൽ വരുന്ന പ്രശ്നമാണ്, ചിലപ്പം നെറ്റ്വർക്ക് ബിസിയൊക്കെ ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് മറ്റ് ടെക്നിക്കൽ ഇററൊന്നും ഇല്ല എന്ന് IKM തുടർച്ചയായിട്ട് പറഞ്ഞ് അത് സാധൂകരണം നൽകുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതാണ് പല സെക്രട്ടറിമാരും പറയുന്ന കാര്യം.
അപ്പൊ അത് പരിഹരിക്കാതെ കാലം ജനങ്ങൾ ആണ് ബുദ്ധിമുട്ടുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം.പി. രാജേഷ് ഇക്കാര്യത്തിൽ വ്യക്തിപരമായ ശ്രദ്ധ എടുക്കേണ്ടതുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നാൽ അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട്. അതൊന്നും കൊടുത്തിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അതോ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല താനും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഐക്യം അപ്പോൾ തന്നെ അതിനു വേണ്ടിയുള്ള പരിഹാര റെക്ടിഫിക്കേഷൻസ് പ്രോസസ് നടത്താൻ ഉള്ളതാണ്. അതിനുള്ള നീക്കമൊന്നും കാണുന്നില്ല. ഇപ്പൊ മീഡിയാസ് വരെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നെറ്റ്വർക്ക് പ്രശ്നമല്ല എന്നുള്ളതാണ് മീഡിയാസ് പറയുന്നത്. ഐക്യം അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. പക്ഷേ ഇതിപ്പോ ഈ വർഷം തന്നെ 2024-25 തന്നെ ഈ കെ-സ്മാർട്ട് വഴി ഈ പദ്ധതി പൂർണ്ണമായും പഞ്ചായത്തുകളിൽ വരും എന്ന് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും ഈ പ്രോസസ്സിന് വേണ്ടി സമയമെടുക്കും. അതെല്ലാം കഴിഞ്ഞാലേ ഇത് ഓക്കെ ആവുള്ളൂ. ഒരു വർഷമോ അതിൽ കൂടുതലോ വേണ്ടി വരും കെ-സ്മാർട്ടിലേക്ക് വരാൻ. കാരണം ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് മറ്റൊരു സോഫ്റ്റ്വെയറിലേക്ക് ടോട്ടൽ പ്രോസസ്സ് ചേഞ്ച് ചെയ്യണം. നിലവിലുള്ള പെൻഡിങ് ആപ്ലിക്കേഷനിൽ അതിനകത്ത് വരണം. അങ്ങനെ ഒരുപാട് പ്രോസസ് ഉണ്ട്. അതൊക്കെ പഞ്ചായത്തിൽ ഒറ്റ വർഷം കൊണ്ട് വരും എന്ന് നമ്മളൊന്നും സ്വപ്നം കാണേണ്ട കാര്യമൊന്നുമില്ല. വന്നാൽ കൊള്ളാം, വരുമെന്ന് തീർച്ച പറയാനൊന്നും നമുക്ക് കഴിയില്ല. എന്തായാലും ഈ സങ്കേതം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തീർച്ചയായും അതിനുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് ഔദ്യോഗിക ഭാഗത്തു നിന്ന് തന്നെ നീക്കമുണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ താല്പര്യം. അതുവരെ നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടാതിരിക്കാം, അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിന് ലോൺ എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ ഇത്തരം വീഴ്ചകൾ വരുന്നത് കൊണ്ട് നമുക്ക് ആ വീഴ്ചകളെ മറികടക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അത് മറികടന്നുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു അപ്ഡേഷൻ നടത്താൻ സർക്കാരിനും ബന്ധപ്പെട്ട ഏജൻസികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കാത്തിരിക്കാം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കുറെ നാളുകളായി പഞ്ചായത്തിലും മറ്റുമൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് മാത്രം നിങ്ങൾ അറിയിക്കാനാണ് ഈ എപ്പിസോഡ്. നന്ദി.